നമുക്ക് ക്രിസ്തുയേശുവിൻ്റെ സഭ എന്നുള്ള വിഷയത്തെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതുവരെയും ഈ വിഷയങ്ങളെല്ലാം കേൾക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. തുടർന്നുള്ള സമയവും നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വിലയേറിയ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ക്രിസ്തുയേശുവിൻ്റെ സഭയുടെ പുനരുത്ഥാനം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അതിന് ഉൽപ്രാവണം, എടുക്കപ്പെടൽ എന്ന പദങ്ങളൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ രണ്ട് പുനരുത്ഥാനങ്ങളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. ഒന്നാം പുനരുത്ഥാനം, രണ്ടാം പുനരുത്ഥാനം. അപ്പോൾ ഈ രണ്ട് പുനരുത്ഥാനങ്ങൾ ആർക്കൊക്കെ ഏതെല്ലാം സമയങ്ങളിൽ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു വളരെ വിപുലമായ ഒരു ആശയവും അറിവും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. സാമാന്യ രീതിയിൽ നമ്മുടെ ക്രൈസ്തവ മണ്ഡലത്തിലെ വിവിധ വിഭാഗങ്ങൾ ഓരോരുത്തരുടെയും അവകാശവാദം ഞങ്ങൾ ക്രിസ്തുയേശുവിൻ്റെ മണവാട്ടി സഭയാണെന്ന്. എല്ലാവരും അങ്ങനെ ഓരോ വിഭാഗക്കാരും ആവശ്യപ്പെട്ട് അങ്ങനെ അവർ ഉറച്ചിരിക്കുക. അപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ മണവാട്ടിയായി തീരുന്നതിനുള്ള യോഗ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ കാലത്ത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചുകൊണ്ടാണ് തൻ്റെ വേല ആരംഭിച്ചത്. അപ്പോൾ ശിഷ്യന്മാർ തുടർന്നുള്ള വിശ്വാസികളൊക്കെ ഈ പ്രസംഗം കേട്ട് ഈ സ്വർഗരാജ്യത്തിൻ്റെ ഭാഗമായി തീരുവാൻ കർത്താവിനോട് കൂടെ ചേർന്നു. ആ സ്വർഗരാജ്യത്തിൻ്റെ അവകാശം നിങ്ങൾക്ക് ഞാൻ തരും എന്ന് കർത്താവ് അവരോട് പ്രഖ്യാപിക്കുകയും അവരെ അനുദിനം വഴി നടത്തുകയും ചെയ്തു. അവരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായവരെന്ന് സംബോധന ചെയ്യുകയും ചെയ്തു. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായവർ. സ്വർഗീയ വിളി എന്ന് പറയുമ്പോൾ ഒരു ഭൗമിക വിളി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഈ സ്വർഗീയ വിളിയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കർത്താവ് ഒന്നാമത് തൻ്റെ വേല ആരംഭിച്ചത്. അപ്പം ഈ വിഭാഗത്തിലേക്ക് വിളിക്കപ്പെടുന്നവരെ കുറിച്ച് പല പേരുകളിൽ നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് അറിയാൻ പറ്റും. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാർ, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടി, പുതിയ യെരൂശലേം, തെരഞ്ഞെടുക്കപ്പെട്ടവർ, ആദ്യഫലം, ഇങ്ങനെ പലവിധങ്ങളായ പേരുകളിൽ ഈ ക്രിസ്തുയേശുവിൻ്റെ സഭയായ തിരഞ്ഞെടുക്കാൻ ആ പേരിൽ ഉൾപ്പെടുന്നവരായിട്ട് പല പേരുകളിലും പറയുന്നു. അപ്പോൾ ഇവരുടെ തെരഞ്ഞെടുപ്പും അവരുടെ പൂർത്തീകരണവും ഒരു വലിയ കാലഘട്ടം കൊണ്ടാണ് നടപ്പാവുക. യേശു ഒന്നാമത് സ്വർഗാരോഹണം ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ വരും എന്ന് പറഞ്ഞിട്ടവർ. അപ്പോൾ എല്ലാവരും ഈ ചേർത്തുകൊള്ളുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ. ഇപ്പം ക്രിസ്തുയേശുവിൻ്റെ ഈ ബഹുമതി ഉള്ള അവകാശത്തിലേക്ക് അവകാശം പ്രാപിക്കുവാൻ അവർ തങ്ങളുടെ ശരീരങ്ങളെ ജീവബലികളായി തീർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ എന്നാ പറഞ്ഞു. പിന്നെ കഷ്ടവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സഹിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കണം എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് ഈ സഭയെ സംബന്ധിച്ചിട്ട് ഉള്ളത്. മാത്രമല്ല അവർ പരിപൂർണമായ സത്യത്തിൽ നിന്ന് ജനിക്കണം എന്നാണ്. ഈ വിധത്തിൽ യേശുക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും തുടർച്ചയായ തെളിവായ സത്യങ്ങൾ ഗ്രഹിച്ച് മുൻപോട്ട് പോകുന്നവർ അവർ അനുദിനം ജീവിതത്തിലും പ്രവൃത്തിയിലും ക്രിസ്തു എന്ന തലയോളം വളരണമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ വളർന്നെങ്കിൽ മാത്രമേ ഈ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി തീരാൻ കഴിയുള്ളൂ. ഈ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി തീരുന്നവർ അവർ ഒരു ഗണമാണെന്നും അവരുടെ സംഖ്യ ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നുവെന്നും നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എബ്രായ ലേഖനത്തിൽ സ്വർഗീയ വിളിക്കാര് എന്ന് പറയും. വെളിപ്പാട് പുസ്തകത്തിൽ 144,000 പേർ സിയോൻ മലയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയും. യോഹന്നാന് ഉണ്ടായ ദർശനത്തിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർ യേശുവിനോടുകൂടെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രത്യക്ഷമാകുന്നതിൻ്റെ ദർശനം യോഹന്നാൻ വിവരിക്കുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെടുന്നവർ ഒരു ചെറിയ വിഭാഗമാണ് എന്നാണ്. പൊതുലോകത്തെ അപേക്ഷിച്ച് ചെറിയ വിഭാഗമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സഹോദരന്മാരെ, ചെറിയ ആട്ടിൻകൂട്ടമേ എന്നൊക്കെ രാജ്യം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. അപ്പം ഇവിടെ നമ്മൾ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് ഭാവിയിൽ ഭൂമിയിലല്ല ജീവിതവും അവകാശങ്ങളും എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് സ്വർഗത്തിലാണ് ജീവിതവും അവരുടെ അവകാശങ്ങളുമൊക്കെ സ്വർഗത്തിലാണ്. ഇത് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരെന്ന് വിശേഷിപ്പിക്കുന്നു. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. രണ്ടാം മരണത്തിന് അവരുടെ മേൽ അവകാശമില്ല. അപ്പം അതിൻ്റെ അർത്ഥം രണ്ടാം പുനരുത്ഥാനത്തിൽ ഉള്ളവരും രണ്ടാം മരണത്തിന് അവകാശവും ഉള്ള മറ്റൊരു വിഭാഗം പുനരുത്ഥാനം ചെയ്യുമെന്നാണ്. അവരെ സംബന്ധിച്ചാണ് സഭ ഒഴികെയിട്ടുള്ള ബാക്കി എല്ലാ മനുഷ്യരാശിയും, ആദാമ്യ കുടുംബത്തിൽപ്പെട്ട സഭ ഒഴികെയുള്ള ബാക്കി എല്ലാ മനുഷ്യരും രണ്ടാം പുനരുത്ഥാനത്തിൽ വരുന്നവരാണ്. അവർക്ക് ഈ ഭൂമിയിലാണ് ജീവിതം. അവർക്ക് നൽകപ്പെടുന്നത് നിത്യജീവൻ. അത് ന്യായവിധിയിൽ കൂടെയാണ് ആ നിത്യജീവന് യോഗ്യരോ അയോഗ്യരോ എന്ന് തെളിയിക്കുന്നു. സഭയെ സംബന്ധിച്ച് കർത്താവിൻ്റെ രണ്ടാം വരവിൽ സഭ ആദ്യം പുനരുത്ഥാനം ചെയ്യുമ്പോൾ അവർക്ക് ന്യായവിധിയിലേക്കല്ല അവർ പ്രവേശിക്കുന്നത്, സഭ പ്രതിഫലത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോസ്തലന്മാരുടെ കാലം മുതൽ കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ ജനിച്ച് മരിച്ച് ആ കാലത്തും ജീവിച്ചിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവരെല്ലാവരും അമർത്യപ്രകൃതിയിലേക്കും നിത്യജീവനിലേക്കും പ്രവേശിക്കും. അവർക്ക് ന്യായവിധി ഇല്ല.
രണ്ടാമത്തെ വിഭാഗത്തിനാണ് ന്യായം. അപ്പോൾ ഈ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ അവർക്ക് ലഭിക്കുന്ന മറ്റൊരു പദവി അവർ അമർത്യരായിത്തീരും എന്നാണ്. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത് അമർത്യപ്രകൃതിയിലാണ്. യേശുക്രിസ്തുവിന് ഇനി മരണം സംഭവിക്കാൻ പാടില്ലാത്ത അവസ്ഥയിലാണ് യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തിരിക്കുന്നത്. ആത്മശരീരത്തിൽ അമർത്യപ്രകൃതിയിലായിരിക്കുന്നു. സഭയും അതുപോലെ ആത്മശരീരത്തിൽ അമർത്യപ്രകൃതിയിൽ ആയിത്തീരും. ഈ 144,000 അടങ്ങുന്ന സഭ അവർ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് ശിരസായ ക്രിസ്തുവും ശരീരമാകുന്ന സഭയും ചേർന്ന ആ ഐക്യതയുടെയും ബന്ധത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് മറ്റ് ലോക ജാതികളെ ന്യായം വിധിക്കുന്നത്. അതാണ് മനുഷ്യൻ പുത്രൻ തൻ്റെ രാജ്യത്തിൽ നിങ്ങൾക്ക് 12 സിംഹാസനം തരും, നിങ്ങൾ 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് സഭയൊഴികെയുള്ള ബാക്കി ജനാവലിയെയാണ് ഇവർ ന്യായം വിധിക്കുന്നത്. അപ്പം സഭയുടെ പുനരുത്ഥാനം, അവരുടെ എടുക്കപ്പെടൽ, അത് പ്രത്യേക ഒരു വിഷയമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. അവരെ എവിടെ നിന്നും എങ്ങോട്ട് എടുക്കുന്നു? സഭയെ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. അതുകൊണ്ടാണ് എടുക്കപ്പെടൽ, ചേർക്കുന്നു എന്നുള്ള പദങ്ങളൊക്കെ പ്രയോഗിക്കുന്നു. മറ്റുള്ള ലോകജാതികളെ എടുക്കപ്പെടുന്നില്ല, ചേർക്കപ്പെടുന്നില്ല. ഇപ്പോൾ സഭയെ സംബന്ധിച്ച് മാത്രമാണ് ഈ എടുക്കപ്പെടൽ, ഉൽപ്രാവണം എന്നിങ്ങനെയുള്ള ആ വാക്യങ്ങൾ ചേരുകയുള്ളൂ. നമുക്ക് കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 50 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഇവിടെ സഭയുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയാം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹള നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാവും. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവും യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇവിടെ സഭയുടെ ഉൽപ്രാവണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് മറ്റുള്ള ആളുകളെ ബാധിക്കുന്ന വിഷയമല്ല. ഇവിടെ ആദ്യത്തെ 50-ാം വാക്യം മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ലെന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർ ആത്മശരീരത്തിലാണ് പ്രവേശിക്കേണ്ടതെന്നാണ്. ജഡശരീരത്തിന്
സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ മരിച്ചുപോയ ആദ്യകാല വിശുദ്ധന്മാരെല്ലാം പുനരുത്ഥാനം ചെയ്യും. ആത്മശരീരത്തിലാണ് പുനരുത്ഥാനം ചെയ്യുന്നത്. അവസാനം പുനരുത്ഥാനം ചെയ്യുന്നത് ജീവനോടിരിക്കുന്നവരാണ്. കർത്താവ് വരുമ്പോൾ അതിനു മുമ്പ് മരിച്ചുപോയവർ പുനരുത്ഥാനം പ്രാപിച്ചിരിക്കും. അവസാനം പുനരുത്ഥാനം ചെയ്യുന്നത് കർത്താവ് വരുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ മരണവും പുനരുത്ഥാനവും ഞൊടിയിടയിൽ നടക്കുമെന്നുള്ളതാണ്. അവർ മരണനിദ്രയിൽ ഒരുപാട് കാലം ഇരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ആ 1-ാം നൂറ്റാണ്ടിൽ മരിച്ച അപ്പോസ്തലന്മാർ കർത്താവിൻ്റെ വരവിൻ്റെ അത്രയും കാലം മരണനിദ്രയിലിരുന്നു. അവസാന ഘട്ടത്തിൽ ഉള്ളവർക്ക് മരണനിദ്രയിൽ ഇരിക്കേണ്ട കാര്യമില്ല. അവരെന്ത് ചെയ്യും? അവർ മരിക്കുന്ന ആ നിമിഷം തന്നെ പുനരുത്ഥാനം ചെയ്യും. അതുകൊണ്ടാണ് അന്ത്യകാഹളനാദത്തിങ്കൽ കണ്ണമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില സഹോദരങ്ങൾക്കൊരു ധാരണയുള്ളത്, യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ കാലത്ത് ചില സഹോദരങ്ങൾ മരിക്കാതെ എടുക്കപ്പെടുന്നതാണ്. മരിക്കാതെ അക്ഷയരായി ഉയർക്കുന്നു. മരിക്കാതെ അക്ഷയരായി ഉയർക്കുകയായിരുന്നു ആദ്യത്തെ 50-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. മാംസരക്തങ്ങൾ ദൈവരാജ്യ അവകാശമാക്കിയാലെന്ന് പറഞ്ഞിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ജഡപ്രവൃത്തിക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ ഇവിടെ പറയുന്ന വാക്യം എങ്ങനെയാ? മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടും. മരിക്കുന്നില്ല. ഈ ശരീരം ഈ ശരീരം തന്നെ സ്വർഗത്തിലേക്ക് പോവാണെന്ന് പറയുന്നത് 50-ാമത്തെ വാക്യത്തിന് എതിരാണ്. അപ്പം അതുകൊണ്ട് മരണത്തോടുകൂടി പുനരുത്ഥാനം ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പുനരുത്ഥാനത്തിൽ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ, ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കും. മർത്യത അമർത്യത. ദൈവം അമർത്യനാണ്, മനുഷ്യൻ മർത്യനാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ കർത്താവിൻ്റെ സഭയിലേക്ക് പ്രവേശിക്കുന്നവർ അമർത്യപ്രകൃതിയിൽ പുനരുത്ഥാനം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത അദൃശ്യ ശരീരമാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതാ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് പറയും. മരണം മനുഷ്യൻ്റെ ശത്രുവാണ്. ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകുമെന്നാണ് പറഞ്ഞു. ഇവിടെ ചില ഉപദേശകന്മാർ പറയുന്നത് എന്താണെന്നറിയോ? മരണം മറ്റൊരു ജീവിതത്തിലേക്ക് മനുഷ്യന് പ്രവേശിക്കാനുള്ള ഒരു വാതിലാണ്. അപ്പം അങ്ങനെയാണ് മരണത്തെ എത്ര സന്തോഷം പൂർവ്വം സ്വീകരിക്കേണ്ടതാണ്. ഇന്ന് വരെ അങ്ങനെ മറ്റൊരു വാതിലാകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി മരണത്തെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുന്ന എത്ര ദൈവദാസന്മാരുണ്ട് ഇവിടെ. അതൊക്കെ വെറും പറയുന്നതിൽ മാത്രമേ ഉള്ളൂ. മരണത്തെ ഭയപ്പെടാത്ത ഒരു ഉറുമ്പ് പോലുമില്ല. ജീവൻ്റെ വില മനസ്സിലാക്കുന്നവനാണ് മരണത്തിൻ്റെ ആ നശ്വരത, അതിനെക്കുറിച്ചുള്ള ഭയവും ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഒടുക്കത്തെ ശത്രുവായ മരണം സഭയെ സംബന്ധിച്ച് നീങ്ങിപ്പോകുന്നു. അവർ അമർത്യതയ ഉള്ളവരായി പുനരുത്ഥാനം ചെയ്യുന്നു. അതുകൊണ്ട് ക്രിസ്തുയേശുവിൽ എപ്പോഴും ഈ വലിയ പ്രത്യാശയോടുകൂടെ ഇരിക്കണം.
മറ്റൊരു വാക്യം നോക്കാം. നമുക്ക് തെസ്സലോനിക്ക ലേഖനത്തിൽ എന്താ പറയണെന്ന് നോക്കാം. 1 തെസ്സലോനി 4:13. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞാൻ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഇവിടെ ഇതും സഭയെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്, മറ്റുള്ള പൊതുലോകത്തെ സംബന്ധിച്ച് പറയുന്നതല്ല. തിരഞ്ഞെടുക്കപ്പെട്ട സഭ ഉൽപ്രാവണം പ്രാപിക്കാനിരിക്കുന്ന സഭയെക്കുറിച്ചാണ്. നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവുള്ളവരാകണം. എന്താണ് നിദ്ര കൊള്ളുന്നവരെ കുറിച്ചുള്ള അറിവ്? യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രസക്തമായ ഭാഗത്തെക്കുറിച്ച് ഞാൻ അല്പനേരം പറയുന്നു. ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. ഇവിടെ ഈ വേലകളെല്ലാം ചെയ്യുന്നത് പിതാവായ ദൈവത്തിൻ്റെ ശക്തിയാലാണ് എന്ന് നമ്മൾ മറന്നു കളയാൻ പാടില്ല. ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് പറഞ്ഞാൽ നിദ്ര കൊണ്ടവരാണ് ആദ്യം പുനരുത്ഥാനം ചെയ്യുന്നത്. അതിൻ്റെ ശേഷം ജീവനോടിരിക്കുന്നവർ മരിക്കുകയും മരണത്തിൻ്റെ ആ നിമിഷത്തിൽ തന്നെ അവർ പുനരുത്ഥാനം പ്രാപിക്കുകയും ചെയ്യും. അവർ മരണനിദ്രയിൽ ഇരിക്കുന്നില്ല. അപ്പോൾ കർത്താവിൻ്റെ വചനത്താൽ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഇവിടെ ഈ വിശദീകരണങ്ങൾക്ക് ഇതൊരു അലങ്കാര പ്രയോഗമാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള കാര്യമോ അക്ഷരാർത്ഥ സംഭവങ്ങളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇത് കാഹളം, ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുക എന്നുള്ള അർത്ഥമല്ല. എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. എന്താ ഗംഭീരനാദം? ഗംഭീരനാദം എന്ന് പറയുന്നത് വളരെ ദൂരെ കേൾക്കുന്ന നാദമാണ്, ശബ്ദമാണ്. ഇത് ഏത് ശബ്ദമാണ് കേൾക്കുന്നത്? യേശുവിൻ്റെ രണ്ടാം വരവായിരിക്കുന്നു എന്നുള്ള ആ ദൂത് ലോകം മുഴുവൻ അറിയിക്കപ്പെടും. അതാണ് ഗംഭീരനാദം. പിന്നെ പ്രധാന ദൂതന്റെ ശബ്ദം. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ ആയിരിക്കെ തന്നെ അവൻ പ്രധാന ദൂതൻ തന്നെയാണ് ദൈവത്തിൻ്റെ. ആ ഭാഗത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അറിയാവുന്ന കാര്യമാണ്. പ്രധാന ദൂതൻ്റെ വേലയും ഡ്യൂട്ടിയും കർത്താവ് ചെയ്യുന്നു. അപ്പം യേശു രണ്ടാമത് വന്നിരിക്കുന്നു എന്നുള്ള ശബ്ദം, അതാണ് ഗംഭീരനാദം. പ്രധാന ദൂതൻ്റെ ശബ്ദം
എന്ന് പറഞ്ഞാൽ പ്രധാന ദൂതന്റെ അധികാരം. പിന്നെയോ ദൈവത്തിൻ്റെ കാഹളം. ദൈവത്തിൻ്റെ കാഹളം എന്താ? മരിച്ചവരെ ഉയർപ്പിക്കുക എന്നുള്ളതാണ് കാഹള സന്ദേശം. ഇതില് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരുണ്ട്, രണ്ടാം പുനരുത്ഥാനത്തിന് യോഗ്യതയുള്ളവരുമുണ്ട്. യോഗ്യതയെന്ന് ഞാൻ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള യോഗ്യതയല്ല, സൗജന്യകൃപയായിട്ട് സഭയൊഴികെ മറ്റുള്ളവരെ, കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യും എന്ന് പറഞ്ഞ അതിന് യോഗ്യരായ പൊതുലോകത്തെ സംബന്ധിച്ചാണ്. അതാണ് ദൈവത്തിൻ്റെ കാഹളം, കർത്താവിൻ്റെ ശബ്ദം. ആ ശബ്ദം കേട്ട് കല്ലറകളിലുള്ളവർ പുനരുത്ഥാനം ചെയ്യും. അപ്പം ഇവിടെ ആദ്യം പുനരുത്ഥാനം ചെയ്യുന്നത് സഭയാണ്. അവർ ക്രിസ്തുയേശുവിൻ്റെ ശരീരമാണ്. അപ്പം കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇതാണ് ഒന്നാം പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നത്. ഒന്നാം പുനരുത്ഥാനത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 20 പറയുന്നുണ്ട്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടൊരുമിച്ച് ആരോടൊരുമിച്ച്? കർത്താവിനോടുകൂടെ പുനരുത്ഥാനം പ്രാപിച്ച സഭയുടെ അംഗങ്ങൾ കർത്താവിൻ്റെ കൂടെയുണ്ട്. അവരോടൊരുമിച്ച് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതും ഈ വാക്യത്തെക്കുറിച്ചും തെറ്റായ ധാരണയുണ്ട്. കർത്താവ് രണ്ടാമത് വരുമ്പോൾ മധ്യാകാശത്തിലാണ് വരുന്നതെന്നാണ് പറയുന്നത്. ബൈബിളിൽ യാതൊരു തെളിവുള്ള കാര്യമല്ല. ആകാശത്തിൻ്റെ മധ്യം കണ്ടുപിടിക്കാൻ നമുക്ക് സാധ്യമായ കാര്യമല്ല. പക്ഷേ ഇവിടെ മധ്യമൊന്നു പോലും ഒരു പദമില്ല. മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന്. മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു അവിടുത്തെ ആ സന്ദർഭത്തിൽ? ഒരു മേഘം വന്ന് അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്കു മറഞ്ഞു എന്നാണ്. അപ്പസ്തോലന്മാരുടെ കാഴ്ചയ്ക്ക് മറയുന്നു കർത്താവ്. കാരണം എന്താ? മേഘം വന്ന് മൂടി. അപ്പോഴാണ് വലിയ ഒരു ദൂതൻ ചോദിക്കുന്നു, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്? നിങ്ങളെ വിട്ടു സ്വർഗാരോഹണം ചെയ്ത യേശു, അവൻ സ്വർഗത്തിലേക്ക് പോയതായി നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? നിങ്ങൾ കണ്ടല്ലോ, അവൻ വീണ്ടും വരുമെന്നു. അപ്പം ഈ മേഘത്തിൻ്റെ ബന്ധം എന്താണ്? പിതാവായ ദൈവം പണ്ട് സീനായി മലയിൽ മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിങ്ങനെയുള്ള ആ സംഭവ വികാസങ്ങളിൽ കൂടെ പ്രത്യക്ഷനായെന്ന് പറയുന്നു. അവിടെ എന്താ? അവിടെയും മേഘതമസ് എന്ന് പറയുന്നു, കൂരിരുട്ട് എന്നൊക്കെ പറയുന്നത് എന്താ? യഹോവ അദൃശ്യനാണ്, യഹോവയെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. യഹോവ കൂരിരുളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? യഹോവ പ്രത്യക്ഷനാകാൻ സാധ്യമല്ല, അദൃശ്യനാണെന്നാണ്. അപ്പം ഇവിടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോഴും കർത്താവ് അദൃശ്യനായി എന്ന് കാണിക്കാനാണ് അവിടെ മേഘം പ്രത്യക്ഷനായത്. ഇപ്പോൾ രണ്ടാമത് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കണേ? മേഘത്തിൽ എടുക്കപ്പെടുന്ന, മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് പറഞ്ഞാൽ ആരെ എടുക്കപ്പെടുന്ന? മേഘങ്ങളിൽ സഭയാണ്. ജീവിച്ചിരിക്കുന്ന സഭാംഗങ്ങൾ മരിച്ച് അവൻ അദൃശ്യനായി പുനരുത്ഥാനം ചെയ്യുന്നു പറയാൻ വേണ്ടിയിട്ടാണ്. അവർ
മറ്റുള്ള മനുഷ്യർക്കോ ലോകത്തിനോ അവർ ഇനി ദൃശ്യരായിരിക്കില്ല. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ കർത്താവ് രണ്ടാമത് വരുന്ന ദിവസം ഭയങ്കര മേഘത്തിൻ്റെ കൂട്ടം ഉണ്ടാകും, എവിടെയും ചവിട്ടി നിൽക്കണ്ടേ. അപ്പോൾ ആ മേഘത്തിലേക്ക് ഇവിടെയുള്ള വിശ്വാസികളെല്ലാം കയറി അവിടെ നിൽക്കും. ഇങ്ങനെയുള്ളതൊക്കെ ഈ വെറും മിഥ്യാസങ്കല്പങ്ങളാണ്. അദൃശ്യനായിരിക്കുമെന്നുള്ളതാണ്. മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പം ഇതൊരു പ്രത്യേക വിഭാഗത്തിനുള്ള പുനരുത്ഥാനമാണ്. ഇതിനെക്കുറിച്ച് വെളിപ്പാട് 20 പറയുന്നു. വായിച്ചേ. വെളിപ്പാട് 20:4 മുതൽ 6 വരെയുള്ള വാക്യം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഇവിടെ ജീവനോടെ ശേഷിക്കുന്നവരായ അവർ രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് നമ്മൾ പറഞ്ഞു നിർത്തി. ഇവിടെ ഈ ഒന്നാം പുനരുത്ഥാനത്തിന് യോഗ്യത എന്താണ്, എന്ത് യോഗ്യതകളാണ് വേണ്ടതെന്ന് ഇവിടെ വിശദീകരിക്കുന്നു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവര്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. ആത്മാക്കളെ കണ്ടെന്ന് പറഞ്ഞാൽ അവരെ കണ്ടെന്ന. മനുഷ്യന് ആത്മാവെന്ന് പറഞ്ഞ ഒരു അദൃശ്യ വസ്തുവൊന്നുമില്ല. ഇങ്ങനെ ഈ സാക്ഷ്യങ്ങൾ കൈക്കൊണ്ട ആളുകളെ ഞാൻ കാണുന്നു ദർശനത്തിൽ. അവര് ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. അപ്പം സഭയുടെ പുനരുത്ഥാനമാണ് ആദ്യം നടക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ്. മരിച്ചവരിൽ ശേഷമുള്ളവർ, സഭയൊഴികെയുള്ള മറ്റുള്ള ആളുകൾ, ആദാമ്യ ഭവനത്തിലുള്ള മറ്റ് എല്ലാവരും 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല എന്ന് പറഞ്ഞാൽ, ഇവിടെ സഭ ജീവിച്ചു എന്ന് പറയാനുള്ള കാരണം എന്താ? സഭ ന്യായവിധിക്ക് വേണ്ടിയല്ല പുനരുത്ഥാനം ചെയ്തത്. സഭ പ്രതിഫലത്തിലേക്കാണ് പുനരുത്ഥാനം ചെയ്തത്. ഇവിടെ മരിച്ചവന് ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? ചില ആളുകളുടെ ധാരണ ഈ ഒന്നാം പുനരുത്ഥാനവും രണ്ടാം പുനരുത്ഥാനവും തമ്മിൽ കുറേ നൂറ്റാണ്ടുകളുടെ അകലമുണ്ടെന്നാണ് ആളുകൾ ധരിച്ചിരിക്കുന്നത്. അതാണ് 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല എന്നുള്ളത്. അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ക്രിസ്തുവും സഭയും ന്യായം വിധിക്കുന്നത് ഈ പൊതുലോകത്തെയാണ്. ഈ പൊതുലോകം പുനരുത്ഥാനം ചെയ്തു വരാതെ അവരെ എങ്ങനെയാണ് ന്യായം വിധിക്കുന്നത്? ഈ ന്യായവിധി 1000 വർഷത്തെ ദൈർഘ്യമാണ്. ഈ 1000 വർഷത്തെ ദൈർഘ്യത്തിൽ ഓരോരുത്തരും നിത്യജീവന് യോഗ്യരാണെന്ന് തെളിയിക്കണം ജീവിതം കൊണ്ട്. സഭ എങ്ങനെ തെളിയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സഭ എങ്ങനെയാണ് നിത്യജീവന് യോഗ്യരാണ്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ് എന്ന് സഭ എങ്ങനെയാണ് തെളിയിച്ചേ? ജീവിതം കൊണ്ടാണ് തെളിയിച്ചേ. അതുപോലെ ഈ ആദാമ്യ ഭവനം മുഴുവൻ പേരും ജീവിതം കൊണ്ട് നിത്യജീവന് യോഗ്യരാണെന്ന് തെളിയിക്കണം. ഇത് രണ്ടാമത്തെ പുനരുത്ഥാനമാണ്. അപ്പം ഈ രണ്ടാമത്തെ പുനരുത്ഥാനത്തിൽ നിത്യജീവന് യോഗ്യരാന്ന് തെളിയിച്ചില്ലെങ്കിൽ അവരെ വീണ്ടും രണ്ടാം മരണം ബാധിക്കപ്പെടും. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ ഈ പുനരുത്ഥാനത്തിൻ്റെ പട്ടിക പറയുന്നു. കൊരിന്ത്യ ലേഖനം 15-20 മുതലുള്ള വാക്യങ്ങളിൽ
എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. അടുത്ത സ്റ്റെപ്പ്, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തനും താൻ താൻ്റെ നിലയിലെത്തും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ എന്നാണ്. അപ്പം ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന വാക്യം ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി ഉയർത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. പിന്നീട് അടുത്ത വാക്യത്തിൽ പറയുന്ന ആദ്യഫലം ക്രിസ്തു എന്ന് പറയുന്നത് അത് ശരീരമായ സഭയെക്കുറിച്ചാണ്. ക്രിസ്തുവിനുള്ളവർ എന്ന് പറയുന്നത് രണ്ടാം പുനരുത്ഥാനത്തിലേക്ക് വരുന്ന പൊതുലോകത്തെ സംബന്ധിച്ചാണ്. അങ്ങനെയാണ് പുനരുത്ഥാനത്തിൻ്റെ ഓരോ സ്റ്റെപ്പും. ഇത് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ റാപ്ചറും പുനരുത്ഥാനവും രണ്ടും ഒന്നാണോ എന്ന് തോന്നിപ്പോകും. പുനരുത്ഥാനവും റാപ്ചറും തമ്മിൽ വ്യത്യാസമുണ്ട്. പുനരുത്ഥാനത്തിൻ്റെ ഒരു ഉയർന്ന പടിയിലേക്ക് എത്തുന്നവരാണ് റാപ്ചർ, അവർ സ്വർഗത്തിലാണ്. പുനരുത്ഥാനത്തിൻ്റെ ആ താണപടിയിലുള്ളവർ അവർക്ക് ഇനി ഈ ഭൂമി പർദീസയാകുമ്പോൾ ഈ പർദീസയിൽ ജീവിക്കാനുള്ള അവകാശം ലഭിക്കും എന്നാണ്. അങ്ങനെ ഈ വ്യത്യസ്തമായ വിഷയങ്ങൾ അത് നമ്മൾ വേറിട്ട് തന്നെ പഠിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്ലാനുകളുടെ ആ അടുക്കും ചിട്ടയും മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒന്നാം പുനരുത്ഥാനത്തിന് ആകുന്നവരും രണ്ടാം പുനരുത്ഥാനത്തിൽ പങ്കുകാരാകുന്നവർക്കും ഒരേ പ്രമാണം. ഏതാ പ്രമാണം? യേശു ദൈവത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവന് നിത്യജീവൻ, പുത്രനെ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്, പുത്രനെ വിശ്വസിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നത്. അപ്പോൾ സഹസ്രാബ്ദ വാഴ്ചയുടെ കാലഘട്ടങ്ങളിൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ വൈമനസ്യമുള്ളവർക്ക് രണ്ടാം മരണമെന്ന ആ മഹാശിക്ഷാവിധി, അന്ത്യശിക്ഷാവിധി ലഭിക്കും. അതിൽ കൂടെ അങ്ങനെയുള്ളവരെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിന്ന് നീക്കം ചെയ്യുമെന്നുള്ളതാണ്. ഈ മഹാവേലകൾ, ഈ ന്യായവിധിയുടെ വേലകൾ നടപ്പിലാക്കുന്നത് ക്രിസ്തുവും സഭയുമാണ്. അവർ സ്വർഗത്തിലിരുന്നു കൊണ്ട് അദൃശ്യരായിരുന്നു കൊണ്ടാണ് ഈ ഭരണ സംവിധാനങ്ങൾ ഇവിടെ നടപ്പാക്കുന്നത്. ഇനി ക്രിസ്തുവും സഭയും ശരീരത്തോടുകൂടെ ഈ ഭൂമിയിൽ വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല. പിതാവായ ദൈവത്തിന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വരുവാൻ കഴിയാത്തതുപോലെ തന്നെ ഇനി യേശുക്രിസ്തുവും സഭയും അവരും പിതാവായ ദൈവത്തിൻ്റെ സ്വരൂപത്തിലായി, അവർ അമർത്യ പ്രകൃതിയിലായി. അതുകൊണ്ട് സഭയ്ക്കോ ക്രിസ്തുവിനോ പിതാവായ ദൈവത്തിനോ മനുഷ്യനായിട്ട് ഭൂമിയിൽ വരുവാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് മൗഢ്യമാണ്. അവരെല്ലാം അമർത്യപ്രകൃതിയിലും ആത്മശരീരത്തിലും ഉള്ളവരായിരിക്കുന്നു. ഇനിയുള്ള വേലകളെല്ലാം ഇവിടെ നടത്തുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. ദൂതന്മാർ വഴിയാണ് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും മനുഷ്യരുടെ ഇടയിൽ ഇനി അറിയിക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ഭരണം ആരംഭിച്ചിരിക്കുന്നു എങ്ങനെ മനസ്സിലാക്കും? കർത്താവിൻ്റെ ഭരണം ആരംഭിക്കുമ്പോൾ മരിച്ചവർ പുനരുത്ഥാനം ചെയ്യും. ഈ ലോകത്തിൽ നിലവിലിരിക്കുന്ന നിയമവ്യവസ്ഥിതികൾ അവസാനിച്ചിട്ട് മനുഷ്യന് അനുകൂലവും പ്രയോജനപ്രദവുമായ നിയമങ്ങൾ ഭൂമിയിൽ നടപ്പിൽ വരും.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കും കർത്താവിൻ്റെ രാജ്യം ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കും. അതുമാത്രമല്ല, യഹൂദജാതിയുടെ മാനസാന്തരം യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ തെളിവും മറ്റുള്ള ലോകജാതികൾക്ക് ഒരു അടയാളമായും തീരും. ഇങ്ങനെ നമ്മൾ ദൈവവചനത്തിൽ കൂടുതൽ അറിവും പ്രത്യാശയുള്ളവരായി ആ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇന്ന് അവസാനിപ്പിക്കുകയാണ്.